ഹലോ ഗായ്സ്, വാട്സാപ്പ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ബസ് സിമുലേറ്ററിൽ എങ്ങനെയാണ് മോഡ് കയറ്റുന്നത് എന്നാണ്. ചുരുക്കം പേർക്ക് അറിയത്തുള്ളായിരിക്കും. അറിയാവുന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പം ബസ് സിമുലേറ്റർ ഇന്ത്യയും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയും മാലിയും ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയാണ് ഞാൻ കളിക്കുന്നത്. ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഒരേപോലെ തന്നെയാണ് മോഡ് കയറ്റുന്നത്. നമുക്കാദ്യം മോഡ് കയറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെല്ലണം. എടുക്കാം പ്ലേ സ്റ്റോറിൽ ചെല്ലണം. എന്നിട്ട് നിങ്ങൾ ബസ് മോഡ് കേരള എന്നടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ താപ്പോട്ട് പോകുമ്പം ഈ പച്ച വോൾവോ ബസ്സിൻ്റെ കാണും. ഇതിനകത്ത് ഇതൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഇൻസ്റ്റാൾ ആക്കി കാണിക്കാം. ഇതിങ്ങനെയാണ് ഇൻസ്റ്റാൾ ആക്കണം. ഇൻസ്റ്റാളായി വരട്ടെ ഗൈസ്. ഇൻസ്റ്റാളാകട്ടെ ഗൈസ്. ഇച്ചിരി പാടിൻ്റെ അല്ല, എനിക്കിച്ചിരി നെറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ശബ്ദത്തിൻ്റെ കുഴപ്പമാണ്, ക്ഷമിക്കണം. ഞാനാണ് പെരയ്ക്കകത്തിരുന്ന ശരിയാകാത്തത് കൊണ്ടാണ് മുറ്റത്തോട്ടിറങ്ങിയത്. അത് ഡൗൺലോഡായിട്ടുണ്ട്. നമ്മൾ നേരെ ബായ്ക്കടിക്കുക. നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ കാണാം. ഇങ്ങനെ ചെല്ലുക. ഇവിടെ യെസ് ടു ഓൾ എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ബസ്സാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബസ്സാണേലും ഇതിനകത്ത് കണ്ട് പലതരം ബസ്സുകളുണ്ട് ഗായ്സ്. എനിക്കിഷ്ടമുള്ള ബസ് ഞാൻ എടുത്താം. എനിക്കിഷ്ടമുള്ളൊരു ബസ് ഞാൻ ഇപ്പോൾ എടുക്കാം ഗായ്സ്. ഞാൻ ഈ ടൂറിസ്റ്റ് ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാം ഒരേപോലെ. നമ്മൾ ഈ പച്ച ക്ലിക്കും കണ്ടോ, സെഡോൺ ക്യാപ്ഷൻ മില്ലർ എന്നാൽ ആ ഓപ്ഷനിൽ ഞെക്കുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് കണ്ടല്ലോ, ഡൗൺലോഡിൽ നമ്മൾ ഞെക്കുക. നമ്മൾ നേരെ വേറൊരു വെബ്സൈറ്റിലോട്ട് ചെല്ലും. അപ്പോൾ അതേണ്ട ഇത് കണ്ടല്ലോ, റിംബോ മോർ അപ്ഡേറ്റ്, അതേ ഞെക്കുക. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ആകുന്നത് കാണാം. അപ്പം നമുക്ക് ഡൗൺലോഡ് ആയോ എന്ന് നോക്കാം. നമുക്ക് ഡൗൺലോഡ് ആകും ഗൈസ്. നോക്കാം. ഡൗൺലോഡ് ആകുന്നേ ഉള്ളൂ ഗൈസ്. നോക്കാം നമുക്ക്. ഇപ്പം വരും ഗൈസ്. ഡൗൺലോഡ് ആകും ഗൈസ്. ഡൗൺലോഡായി ഗൈസ്. ഇവിടെ കാണാം, ഡൗൺലോഡായി. ഇനി നമ്മൾ ബായ്ക്കടിക്കുക. ബായ്ക്കടിച്ച് നമ്മൾ നേരെ നിങ്ങൾക്ക് ബസ് സിമുലേറ്റർ ഇന്ത്യ ആയാലും ബസ് സിമുലേറ്റർ കേരള ആയാലും ഒരേപോലെയാണ്. ഞാൻ ഇന്ത്യയാണ് എടുത്തേക്കുന്നത്. ഇവിടെ ചെല്ലുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മറ്റൊരു ബസ്സാണ് കാണാവുന്ന മുരഹര. അതും അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ആക്കിയതാണ്. ഇനി നമ്മൾ നേരെ ഈ മോഡെന്നുള്ള ഓപ്ഷനിൽ ചെല്ലുക. ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഞെക്കുക. ഡിവൈസ് ഗാലറിയിലപ്പോൾ പോകും. നമ്മൾ ഡിവൈസ് ഗാലറിയിൽ ചെല്ലുക. നമ്മൾ നേരെ വായിക്കെടുക്കട്ടെ. ഡൗൺലോഡ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും റെയിൻബോ മോർ അപ്ഡേറ്റ് ബസ്സസ്. ഇത് മേളിൽ കിടന്ന കൊണ്ടോടി BS6, അത് ഞാൻ നേരത്തെ ഡൗൺലോഡ് ആക്കിയാണ്. അതിൻ്റെ ലിവറിയും അത് ഞാനിപ്പോൾ കാണിച്ച ആപ്പിൽ നിന്നാണ്
ആപ്പിൽ നിന്നാണ്. ഇതും ഇപ്പം നിങ്ങളെ കാണിച്ച ആപ്പിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളിത് ഇതേ പ്രസ് ചെയ്യണം. നമുക്ക് ക്യാഷായിട്ടും കൊടുക്കാം, അല്ലാതെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ക്യാഷായിട്ടാണ് കൊടുത്തത്. കൺഫേം കൊടുത്തു. ഇനി ഒരെണ്ണം വന്നു. നമ്മൾ ഇതേണ്ട ട്യൂ ഗ്യാരേജിൽ കൊടുക്കാം. ഇപ്പം വരും ഗായ്സ്. ട്യൂ ഗ്യാരേജിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ കണ്ടു. ഓരോ ഞെക്കി ഇതാണിപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിവറി ഇട്ട് ഓടിക്കാം, അല്ലേ വേറെ ലിവറി കയറ്റണമെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം. എന്നെടുത്തോട്ടെ ഗൈസ്. ഇതാണ് ബസ് വന്നിട്ട് നീ നമ്മൾ ബായ്ക്ക് അടിക്കുക, ഇതിൽ ചെല്ലുക, ആപ്പിൽ ചെല്ലുക, ബായ്ക്ക് അടിക്കുക. ഈ PDF ഏതെല്ലാം ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഗൈസ് പരസ്യമാണ്, ക്ഷമിക്കണം, പരസ്യമാണ്. അതുകൊണ്ട് ഈ ലിവർ കണ്ടല്ലോ ഗൈസ്, ഇത് ഇപ്പുറത്ത് കൊടുത്തല്ലോ, അതേ ഞെക്കണം. എന്നിട്ട് ഈ ഡൗൺലോഡേ ഞെക്കണം. എന്നിട്ട് നമ്മൾ ഇതേണ്ട ഈ അറ്റത്ത് കാണുന്ന ഈ സാധനം, ആ സാധനത്തിൽ ഞെക്കണം. എന്നിട്ട് ഇത് ഞെക്കണം. സാധാ മറ്റേ അത് പക്ഷേ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം എളുപ്പമാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ആക്കിയാൽ മതി. ഇതേണ്ട അത് ആയിട്ടുണ്ട്. ആയാൽ നമുക്ക് മേളിൽ ഇതേണ്ട ഇങ്ങനെ കാണിക്കും. ഇത് ഞാൻ ഡൗൺലോഡ് ആക്കിയത്, ഇതല്ലാത്തതും ആണ്. കളഞ്ഞു. അത് കളയണമെന്നില്ല, വേണേ കളയാൻ. ഇനി നമ്മൾ നേരെ ആപ്പിൽ ചെന്നു, നമ്മൾ ഗ്യാരേജിലോട്ട് ചെന്നു. അതേണ്ട ഇത് കാണല്ലോ, ഇത് ഞെക്കി ഹൈ റിസൾട്ട് ബ്രൗസ് ലിവർ ഞെക്കുക, ഫയൽ മാനേജർ ഞെക്കുക, ഡൗൺലോഡ് അടിക്കുക. വേണ്ട ഗൈസ്, ഇവിടെ വണ്ടി ലിവർ കയറിയിട്ടുണ്ട്, ലിവറി ആക്കിയിട്ടുണ്ട്. നമുക്ക് പൈസ വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ ഞെക്കാം. ഗൈസ് എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ആഡ് കാണണം. സിമുലേറ്ററാണ് കളിക്കുന്നത്. അതൊക്കെ ഒരു ജസ്റ്റ് വണ്ടിയുടെ ഒരു ഗെയിമല്ലേ ഗൈസ്. നമ്മൾ ആക്കി ഇതുണ്ട്, അപ്ലൈ ആയിട്ടുണ്ട്. നമ്മൾ നേരെ ബായ്ക്കടിക്കുക. വരും ഗൈസ്, ചെറിയൊരു ബഗ്ഗുണ്ട്, ക്ഷമിക്കണം. പിന്നെ ശബ്ദം അത് കേൾക്കുന്നത് ഞാൻ മുറ്റത്തായത് കൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കണം. ഇതാണ് ബസ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്ന് കാണിച്ചു തരാം. ഇപ്പം ഫ്രീ മോഡ് ജസ്റ്റ് ഒരു ഇതായിട്ടാണ് ഞാൻ കളിക്കുന്നത്. ആൻഡ് കൊച്ചി മുംബൈ ആൻഡ് ലോഡിങ് ആയി വരുന്നേ ഉള്ളൂ ഗൈസ്. ലോഡിങ് സ്ക്രീനാണ് ഇത്. ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ ലോഡിങ് സ്ക്രീനാണ്. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്നോട് കമൻ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയുടെയാണ്, സംശയമുള്ള കുറേ പേര് കാണും. ഞാൻ ചെയ്യാം. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെയും കൂടെ പറയുവാണെങ്കിൽ വരട്ട് ഗൈസ്. ഞാൻ കളിച്ച് കാണിക്കുന്ന ജസ്റ്റ് വണ്ടിയുടെ ഓരോ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് വണ്ടി ഗൈസ്, വേണ്ട ഇതാണ് വണ്ടി. ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ആദ്യം ഇതിൻ്റെ എന്തോ ഫീച്ചേഴ്സാണ് ഉള്ളത്.
ഗ്ലാസ് മാറ്റിയത് അതെന്താണെന്ന് എനിക്കങ്ങോട്ട് ലിപ്പ് വരുന്ന വരാത്തയാണോ? അതേണ്ട നമ്മുടെ ഈ ബോണറ്റ് ഇത് കണ്ടോ, ഈ ബോണറ്റ് കണ്ടോ, ഈ ബോണറ്റ് തുറക്കും, നമുക്ക് അടച്ചു വേണം ഇടാം, പിന്നെ നമുക്ക് തുറക്കാം. പിന്നെ രണ്ടാമത്തെ ഗ്ലാസ്സാണ്, രണ്ടോണം രണ്ടാമത്തെ ഗ്ലാസ്സായി. മൂന്നാമത്തെ ടോപ്പ് ലൈറ്റും അതും വരും. ഞാൻ പോകും, ടോപ്പ് ലൈറ്റ് വരും. നമുക്ക് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. വെട്ടമുള്ളതും കൊണ്ടാണ് ഗൈസ് ഒന്നും കാണാത്ത. ഞാൻ നോക്കട്ടെ സെറ്റിങ്സിൽ ചെന്ന്. അത് ഉണ്ട് വിസൽ സ്റ്റീർ ഇല്ല ഗൈസ്, അത് നമ്മളല്ലാതെ തന്നെ ചെയ്യണം. ഇതൊക്കെയാണ് ലൈറ്റും കാര്യങ്ങളും. അകത്തും വർക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. പിന്നെ ഡോറ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ഗ്ലാസ് ക്യാബിൻ. എല്ലാം വന്നിട്ട് ഇതൊരു അടിപൊളി ബസ് തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇൻറ്റീരിയർ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ വ്യൂ. ഒരു മാലയുണ്ട്, പിന്നെ ദേ ഇവിടെ ഒരിതുണ്ട്, പിന്നെ ലെയ്ലാൻഡിൻ്റെ സ്റ്റിയറിങ് വന്നിട്ടുണ്ട്, പിന്നൊരു മാലയും തന്നിട്ടുണ്ട്. അത് ലൈറ്റ് കത്തുന്നതാണോ? ലൈറ്റ് കത്തുന്നതാണ്. നമുക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ലൈറ്റ് കത്തിക്കാൻ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ബസ്സിനകത്തിൽ കൊണ്ടാണ്. അപ്പം ഗൈസ് സംശയമുണ്ട്, ഞാനാണെ പാട്ടിൻ്റെ അങ്ങോട്ട് പറയാം. അപ്പം എല്ലാം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വേണോ ഒന്നും കൂടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ബൈ ബൈ ഗൈസ്.